വന്ന പ്രകടനമായി തന്നെ എത്തിയ ഒരു സംഘടനയുണ്ട്, സൊസൈറ്റി ഫോർ പീപ്പിൾസ് റൈറ്റ്സ്. അതിന്റെ ആളിനെ വിളിക്കാൻ കഴിഞ്ഞില്ല, MM സഫർ. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഈ ടീച്ചർ സംസാരിച്ചതിന് ശേഷം 2 വാക്ക് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ചിലർ സംഭാവന നൽകുന്നത് കണ്ടു, അതിന് രസീത് കൊടുക്കുന്നത് കണ്ടു. അത് ശരിയായില്ല എന്നാണ് എൻ്റെ പക്ഷം. നിങ്ങൾ ആ രസീത് കൊടുത്തല്ല അത് സ്വീകരിക്കേണ്ടിയിരുന്നത്. ആ സംഭാവന പാട്ടകുലുക്കി വേണം അത് സ്വീകരിക്കാൻ. കാരണം പാട്ടകുലുക്കി സമരം ചെയ്യുന്നവരാണ് എന്ന് ആക്ഷേപിക്കുമ്പോ പാട്ടകുലുക്കി തന്നെ ആ സംഭാവന സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് മാത്രമല്ല, 2026 ഇലക്ഷൻ വരുമ്പോ നമ്മുടെ ചിഹ്നം ഈ പാട്ട ആകട്ടെ എന്ന് ഞാൻ പറയുന്നു. ആ പാട്ട എന്നുള്ള ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറായി ജനലക്ഷങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് മാത്രമേ ഈ ബോധ്യം ഭരണവർഗത്തിൽ ഭരണകൂടം ഏത് ഭരണകൂടവും കാലക്രമേണ അപജയം സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. സോവിയറ്റ് യൂണിയനിൽ കണ്ടു, ഇന്ത്യയിൽ കണ്ടു, കാണാനിരിക്കുന്നു, കേരളത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതൊരു കാര്യം. പിന്നെ 2, ഡോക്ടർ KP കണ്ണൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. എങ്ങനെ ഈ പൈസ സമാഹരിക്കണം എന്നുള്ളത്. ഞാൻ ദുരന്ത നിവാരണത്തിലാണ് ഒരുപാട് കൊല്ലം വർക്ക് ചെയ്തത്, ജോലി ചെയ്തത്. 10-16 കൊല്ലം ദുരന്ത നിവാരണ സെന്ററിന്റെ മേധാവിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ദുരന്തം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവൻ അപകടത്തിലാക്കുകയും മനുഷ്യന് കഷ്ടനഷ്ടങ്ങൾ, മനുഷ്യനല്ല ജീവികൾക്ക്, എല്ലാ പക്ഷികളും മൃഗങ്ങളും എല്ലാം അതിനകത്ത് ഉൾപ്പെടും, കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ദുരന്തം എന്നാണ് പറയുന്നത്. ഞാനിപ്പോ നോക്കിയിട്ട് ദുരന്തത്തിന്റെ നിർവചനം ഒന്ന് മാറ്റി പറയേണ്ടി വരുന്നു. കാരണം 2 ലക്ഷം രൂപ കൊണ്ട് മതിയാകാതെ നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്ന PSC മെമ്പർമാരുള്ള കേരളത്തിൽ ഈ ആശാവർക്കർമാർക്ക് മിനിമം 700 രൂപ കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന മനോഭാവം വെച്ച് പുലർത്തുന്ന ഭരണകൂടമാണ് ദുരന്തം എന്ന് ഞാൻ പറയുന്നു. അപ്പോ ഞാന് ഒരു കറകളഞ്ഞ ഇടതുപക്ഷക്കാരിയാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. എൻ്റെ അച്ഛൻ, അമ്മ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്, അതിൽ പ്രവർത്തിച്ച ആളാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് യാതൊരു രാഷ്ട്രീയവും ഇല്ല. അതിനെല്ലാം ഞാൻ എൻ്റെ നിലപാടുകളാണ് ഇടത് എന്ന് പറയുന്നത്. നിലപാട്, രാഷ്ട്രീയ പാർട്ടിയല്ല. അപ്പൊ അവിടെ ഞാൻ കാണുന്നത് ഒരൊറ്റ ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഡോക്ടർ കണ്ണൻ ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഈ നമ്മളെ കാറ് പുതുക്കി വാങ്ങാനായിട്ടൊരു 100 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഒരു കൊല്ലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നീട്ടി വെച്ചിട്ട് ഈ ആശാവർക്കർമാർക്ക് ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞ് എന്തായാലും നമ്മൾ താഴെ ഇറങ്ങുമല്ലോ. ആ 1 കൊല്ലം ഈ ആശാവർക്കർമാർ നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഈ മിനിമം ശമ്പളം വാങ്ങിക്കട്ടെ. പിന്നെ ഇപ്പൊ എല്ലാം ഈ പഴയ കാലത്തേക്ക് തിരിഞ്ഞു പോകുന്നതാണ് നമ്മൾ ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്നത്. അങ്ങനെയാണ്. എന്താ പണ്ട് നമ്മള് പ്ലാസ്റ്റിക് സർജറി നടത്തിയിരുന്നു. പിന്നെ അങ്ങനെയുള്ള അവകാശവാദങ്ങളെല്ലാം ഉണ്ടല്ലോ. എന്താണ്, നാടൻ പശുവിന്റെ പാല് മഞ്ഞ നിറത്തിലിരിക്കുന്നത് സ്വർണം കലർന്നിട്ടുള്ളതാണ്. പിന്നെ നാടൻ പശുവിനെ പശുവിനെ കൊല്ലുന്നോ അവിടെ ഭൂകമ്പം ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ചാണകം കൊണ്ട് പുരട്ടിയാൽ പൂശിയാൽ അവിടെ ഈ ആണവ വികിരണം ഉണ്ടാവില്ല, ന്യൂക്ലിയർ റേഡിയേഷൻ. അപ്പൊ ഹിരോഷിമയെപ്പോലെ ഒരു ബോംബ് വന്ന് വീണാൽ നമ്മൾ കുറച്ച് ചാണകമൊക്കെ അകത്തും കഴിച്ച് പുറത്തും പുരട്ടി നമ്മൾ അങ്ങനെ ഇരുന്നാൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ശാസ്ത്രമുള്ള സമയത്ത് ഞാൻ എന്താണ് പഴയ കാലത്തിലെ പൂന്താനം എന്തൊക്കെ അറിയാണല്ലോ. ഞാൻ വെറുതെ ഇരുന്നിപ്പോ നോക്കുകയായിരുന്നു. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. ആരെയായിരിക്കും പറയുന്നത്? ആരെ പറ്റിയായിരിക്കും? എനിക്കറിഞ്ഞൂടാ. ഞാൻ പണ്ടത്തെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ഒന്ന് പാടിപ്പോയതാണ്. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോ
പോലും കൊടുക്കുന്നില്ല ചിലർ. ഞാൻ എഴുതിയതല്ല, പൂന്താനം എന്ന മഹാകവി എഴുതിയതാണ്. എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും, ഇനി ഒരു കൊല്ലം കഷ്ടിച്ചേ ഉള്ളൂ. മണ്ടി മണ്ടി കരേറുന്നു മോഹവും. നമുക്ക് ഗ്ലോബൽ മീറ്റ്, നമ്മള് അദാനി വരുന്നു, അംബാനി വരുന്നു, അങ്ങനെ മോഹത്താൽ എന്താണ് അനുരാഗ വിലോചന അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ നോക്കിയപ്പോ ഇന്ന് രാവിലെ ഞാൻ വെറുതെ ഇങ്ങനെ വരുന്നതിന് മുമ്പ് നോക്കിയപ്പോ അംബാനിയുടെ വീട്ടിൽ 600-700 വർക്കർമാരുണ്ട് അവിടെ. എല്ലാത്തിനും, അതായത് കാപ്പി എടുത്തു കൊടുക്കാൻ, അത് കഴുകി വയ്ക്കാൻ, പിന്നെ ഒരുപാട്, ആകെ 4 പേരേ ഉള്ളൂ എങ്കിലും അവിടെ ജോലി ചെയ്യാനായിട്ട് 700 പേരുണ്ട് അവരെ സഹായിക്കാൻ. അവര് ജീവിച്ചു പോകണമല്ലോ. അപ്പോൾ ആ 700 പേർക്ക് മിനിമം സാലറി എന്ന് പറയുന്ന 2 ലക്ഷം രൂപയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കണത്, എനിക്ക് ഈ ഉന്നത കുല ജാതയാകണമെന്നൊന്നും ഈ സുരേഷ് ഗോപി അദ്ദേഹത്തിനെ പോലെ അങ്ങനെ ആഗ്രഹമില്ല. കാരണം മനുഷ്യൻ എന്നുള്ള ഒറ്റ കുലമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ പഠിച്ച, അങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് ജാതിയിൽ മതത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഉന്നത കുല ജാതയാവണ്ട, പക്ഷേ മിനിമം ഈ അംബാനിയുടെ അവിടെ ഏതെങ്കിലും ഒരു ജോലി അതൊന്നും കിട്ടിയാൽ തരക്കടില്ല എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഒരു PSC മെമ്പറായിട്ട് ജനിക്കണം. ആവാൻ പറ്റില്ല. കാരണം ആകണമെങ്കിൽ നമ്മൾ വേറെ ചില അടിസ്ഥാന പിന്നെ ക്രൈറ്റീരിയ, എന്താ ക്രൈറ്റീരിയയുടെ മലയാളം, മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിൽ ഞാൻ പെടുമോയെന്ന് എനിക്കറിയാത്തതുകൊണ്ട് PSC മെമ്പറായിട്ടോ ചെയർമാനായിട്ടോ ഞാൻ ജനിക്കണം എന്ന ഒരു ആഗ്രഹം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. പിന്നെ ഇന്നൊരു ഉത്തരവ് ഇറങ്ങി എന്ന് പറയുന്നു, 26,000 ആശാ വർക്കർമാരെ എല്ലാവരും പിരിച്ചുവിടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അങ്ങനെ കുറെ പേരെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ ഒരു ആളുകളെ എടുക്കുന്നതാണ്. അതിനേക്കാളും എളുപ്പം എനിക്ക് തോന്നുന്നു ഒരാളെ പിരിച്ചുവിട്ടാൽ മതി. ഞാൻ പേര് പറയുന്നില്ല, അല്ല ഒരാളെ മതി. ആ മെയിൻ ആയിട്ടുള്ള ആള് പോയാൽ തന്നെ ബാക്കി എല്ലാവർക്കും സ്വഭാവം തിരിച്ചു കിട്ടും. അത് കിട്ടട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പൂന്താനത്തിന് ഒരു നല്ല നമസ്കാരം, ആശാ വർക്കർമാർക്ക് അതിലേറെ നമസ്കാരം. നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം. എന്നെ ആരും മാറ്റി തെളിച്ച് കൊണ്ടുവന്നതല്ല കേട്ടോ, ഞാൻ തന്നെ വന്നതാണ്, തന്നെ പൊക്കോളാം. ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറയുന്നു. നമസ്കാരം.